ഹലോ ഗസ്, ഞാനൊരു 2 ദിവസം മുമ്പ് കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. നിങ്ങൾക്ക് ഗെയിം പ്ലേ ഇമ്പ്രൂവ് ആക്കാൻ താല്പര്യമുണ്ടെന്ന് വെച്ച്. അതിനൊന്ന് കുറേ കമൻറ്റ് വന്നുകൊണ്ടാണ് ഞാൻ ഇപ്പം ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് തീർക്കാമെന്ന് വെച്ചിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ഇടുന്നത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ റീകോയിൽ ഒന്ന് കൺട്രോൾ ചെയ്യുക. ഓക്കെ, അതാണ് മെയിൻ കാരണം. ഇതിൻ്റെ A to Z കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നില്ലെങ്കിലും നിങ്ങൾക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയ ഒരു റീകോയിലിംഗ് കൺട്രോളിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് കാണാത്തതുണ്ടെങ്കിൽ കാണുക. ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഫോണും നിങ്ങളുടെ മൈൻഡും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക. കണക്ഷൻ എന്ന് വെച്ചാൽ നിങ്ങളാണ് കളിക്കുന്നത്, എന്നിട്ട് നിങ്ങളും നിങ്ങളുടെ ഫോണും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അത് വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. പിന്നുള്ളത് നിങ്ങളുടെ സ്കിൽസാണ്. നിങ്ങളൊരു എനിമി വരുമ്പോൾ എങ്ങനെ ഫൈറ്റ് എടുക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളെ കൺട്രോളും കാര്യങ്ങളും. ചിലവർ ജൈറോ യൂസ് ചെയ്ത് കളിക്കുന്നവരായിരിക്കും, ചിലവർ നോൺ ജൈറോ പ്ലെയർ ആയിരിക്കും. നോൺ ജൈറോ പ്ലെയേഴ്സിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിരിക്കും. മറ്റേ വിരൽ വെച്ചിട്ട് പിടിച്ച് താഴെ എടുക്കണം. ജൈറോ പ്ലെയേഴ്സിനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ജൈറോ വെച്ച് കളിച്ച് പഠിക്കാൻ നോക്കുക, കാരണം നിങ്ങൾക്ക് അത്രയും റിസ്ക് കുറവായിരിക്കും. ഓക്കെ, ഇപ്പം ഒരു വണ്ടിക്കകത്തൊക്കെ എനിമി പോകണമെങ്കിൽ നിങ്ങൾക്ക് അത്രയും സ്മൂത്തായിട്ട് അടിച്ചിടാൻ പറ്റും. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കളി ഇമ്പ്രൂവ് ആക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും എയിം അസിസ്റ്റ് ഓൺ ആക്കിയിട്ട് കളിക്കാതിരിക്കുക. സ്ലൈഡ് ഓൺ ആക്കിയിട്ട് അരീനയിൽ കളിക്കാതിരിക്കുക. ഞാൻ സ്ലൈഡ് ഓൺ ആക്കിയിട്ട് കളിക്കുന്ന ഒരാളായിരുന്നു. ഞാനത് ഓഫ് ചെയ്തിട്ട് കളിച്ചപ്പോൾ നല്ല രീതിയിൽ കളി ഇമ്പ്രൂവ് ആക്കാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. നിങ്ങൾ എയിം അസിസ്റ്റ് ഓഫ് ചെയ്യാൻ ഞാൻ എല്ലാ വീഡിയോയ്ക്കകത്തും പറയുന്നതിന് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് TDM അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഒരു 50% ചാൻസ് ഹെഡ് കയറാൻ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ക്ലാസ്സിക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കായി കിടക്കുന്ന എനിമിയുടെ മണ്ടയ്ക്കോട്ടെ ബുള്ളറ്റ് പോകത്തുള്ളൂ. ആ നോക്കായി കിടക്കുന്ന തൊട്ടപ്പുറത്തൊരു എനിമി ഉണ്ട്, അവനെ അടിക്കാൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കാക്കിയിട്ട് എനിമിയുടെ മണ്ടയ്ക്ക് ബുള്ളറ്റ് പോകത്തുള്ളൂ. അന്നേരം അതൊരു ഡിസ്കംഫർട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുക. എയിം അസിസ്റ്റ് ഇല്ലാതെ കളിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ കളിച്ചുള്ള ശീലമാകുമ്പോൾ അതൊരു പ്രോപ്പർ സ്കില്ലായിട്ട് മാറിക്കോളും. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ടൊന്ന് ഇടുക.